നമസ്കാരം, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വീഡിയോയിലൂടെ നമ്മൾ അഷ്ടമി രോഹിണിയെ പറ്റിയുള്ള ഒരു കഥയാണ് പറയാൻ പോകുന്നത്. ഈ ചാനൽ ഇനിയും സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. കൃഷ്ണഭക്തർ അഷ്ടമി രോഹിണി ആചരിക്കേണ്ടത് എങ്ങനെയെന്നാണ് ഈ വീഡിയോയിലൂടെ പറയുന്നത്. ബ്രഹ്മാവിൻ്റെ ഹൃദയത്തിൽ നിന്ന് ധർമ്മൻ എന്ന പ്രജാപതി ഉണ്ടായത്രേ. സത്യസന്ധനും ധർമ്മനിരതനുമായിരുന്ന ധർമ്മൻ ദക്ഷ പ്രജാപതിയുടെ 10 പുത്രിമാരെ വെളികഴിച്ചു. ഹരി, കൃഷ്ണൻ, നരൻ, നാരായണൻ എന്നീ പേരുകളിൽ 4 പുത്രന്മാരും ജനിച്ചു. ഹരിയും കൃഷ്ണനും മഹായോഗികളും നരനും നാരായണനും തപസ്സുകളുമായിരുന്നു. ഇവർ ഹിമാലയ സാനു പ്രദേശത്തുള്ള ബദരി ആശ്രമത്തിൽ 1000 വർഷം തപസ് ചെയ്തു. ഇത് മുടക്കുന്നതിനായി ഇന്ദ്രൻ ദേവസ്ത്രീകളെ നിയോഗിച്ചു. ദേവസ്ത്രീകൾ നരനാരായണന്മാരുടെ അടുക്കലെത്തി കല്യാണം കഴിക്കാൻ അഭ്യർത്ഥിച്ചു. നാരായണ മഹർഷി കോപിഷ്ഠനായി ശപിക്കാനൊരുങ്ങിയപ്പോൾ നരൻ എന്ന ഋഷി സമാധാന വാക്കുകൾ പറയുകയും സാന്ത്വനപ്പെടുത്തുകയും ചെയ്തു. ദേവസ്ത്രീകളോട് ഇങ്ങനെ പറഞ്ഞു: മഹാഭാഗ്യവതികളായ ഭവതികളെ, ഈ ജന്മത്തിൽ എൻ്റെ തപസ്സിന് തടസ്സമുണ്ടാക്കരുത്. അടുത്ത ജന്മത്തിൽ താങ്കളുടെ ആഗ്രഹം സാധിച്ചു തരാം. 28ാം ദ്വാപരയുഗത്തിൽ ഭൂമിയിൽ അവതരിക്കും. ഭവതികളെല്ലാം അക്കാലത്ത് രാജകന്യകളായി ജനിച്ചുകൊള്ളൂ. യദുകുലത്തിൽ കൃഷ്ണനായി ജനിച്ച് നാം അന്ന് പാണിഗ്രഹണം ചെയ്തു കൊള്ളാം. അതനുസരിച്ച് നാരായണ മഹർഷി യദുകുലത്തിൽ ശ്രീകൃഷ്ണനായി ജനിച്ചു. നരൻ എന്ന ഋഷി ശ്രീകൃഷ്ണന് കൂട്ടായി അർജുനനായും ഭൂമിയിൽ ജനിച്ചു എന്നാണ് കഥ. വസുദേവരുടെയും ദേവകിയുടെയും വിവാഹ ഘോഷയാത്രയിൽ ദേവകിയുടെ സഹോദരനായ കംസനാണ് തേരു തെളിച്ചിരുന്നത്. അപ്പോൾ ഒരു അശരീരി ഉണ്ടായി. ഇവളുടെ 8ാമത്തെ പുത്രൻ നിന്നെ വധിക്കും. ഈ അശരീരി കേട്ട് കോപാകുലനായ കംസൻ ദേവകിയെ വധിക്കാൻ വാളോങ്ങിയത്രേ. തന്ത്രശാലിയായ വസുദേവർ പല കാപ്പട്യങ്ങളും നടത്തിയെങ്കിലും ഫലിച്ചില്ല. ഒടുവിൽ ദേവകിയുടെ കുട്ടികളെ ജനന സമയത്ത് തന്നെ കംസനെ ഏൽപ്പിച്ചു കൊള്ളാമെന്ന് കരാറുണ്ടാക്കി. അതുകേട്ട് കംസൻ അവരുടെ വലയിൽ വീഴുകയും അവരെ വിട്ടയക്കുകയും ചെയ്തു. ആദ്യപുത്രനായി കീർത്തിമാൻ എന്ന കുട്ടി ജനിക്കുകയും വസുദേവർ ആ കുട്ടിയെ കംസനെ ഏൽപ്പിക്കുകയും ചെയ്തു. 6 തവണ ഇങ്ങനെ പ്രസവിച്ച കുട്ടികളെ കംസൻ നിലത്തടിച്ചു കൊന്നു. ദേവകി 7ാമതും ഗർഭം ധരിച്ചു. അത് അനന്തന്റെ അംശമായതിനാൽ വിഷ്ണുവിന്റെ നിർദ്ദേശപ്രകാരം മായാദേവി ദേവകിയുടെ ഗർഭത്തെ വസുദേവരുടെ മറ്റൊരു ഭാര്യയായ രോഹിണിയുടെ ഉദരത്തിലാക്കി. അതാണ് ബലരാമൻ. ദേവകി 8ാമതും ഗർഭം ധരിച്ചു. ചിങ്ങമാസത്തിൽ ബ്രഹ്മനക്ഷത്രങ്ങൾ ചേർന്നു നിൽക്കുന്ന കൃഷ്ണപക്ഷ അഷ്ടമിയും രോഹിണി നക്ഷത്രവും ചേർന്നു വരുന്ന അഷ്ടമി രോഹിണിയിൽ വസുദേവരുടെയും ദേവകിയുടെയും പുത്രനായി മധുരയിലാണ് ശ്രീകൃഷ്ണൻ ഭൂജാതനായത്. കൽത്തുറങ്കിൽ രാത്രി 12 മണിക്ക് വിധാതാരോഹിണി എന്ന മുഹൂർത്തത്തിലാണ് കൃഷ്ണൻ ജനിക്കുന്നത്. പക്ഷേ ഗ്രഹനിലയെ വെല്ലുന്ന ഭാഗവത മഹിമ ശ്രീരാമ അവതാര സമയത്ത് ഉണ്ടായിരുന്നു. 5 ഗ്രഹങ്ങൾ ഉച്ചത്തിലായിരുന്നു അത്രേ. ശ്രീരാമദേവൻ യുദ്ധത്തിൽ രാവണ വിജയം നേടിയപ്പോൾ നവഗ്രഹങ്ങൾ മനസ്സുകൊണ്ട് അഹങ്കരിച്ചുവത്രേ. തങ്ങളുടെ ഉച്ചബലവും അനുഗ്രഹവും ശ്രീരാമ വിജയത്തിന് വഴിതെളിച്ചതായി അവർ കരുതി. അതിനാൽ ശ്രീകൃഷ്ണാവതാരത്തിന് മുൻപ് തന്നെ ഗ്രഹങ്ങളോട് മഹാപ്രഭു പറഞ്ഞതനുസരിച്ച് ചന്ദ്രൻ, ശനി, കുജൻ, ബുധൻ ഇവ ഉച്ചത്തിൽ സ്ഥിതി ചെയ്തു. ഇടവലഗ്നത്തിൽ കേതുവും ചന്ദ്രനും, ചിങ്ങത്തിൽ സൂര്യനും, മീനത്തിൽ വ്യാഴവും, തുലാത്തിൽ ശുക്രനും, വൃശ്ചികത്തിൽ രാഹുവും നിൽക്കുകയും ചെയ്തു. ശംഖ്, ചക്രം, ഗദ, പത്മം എന്നിവ വിലസുന്ന തൃക്കൈകളോടെയാണ് ഭഗവാൻ അവതരിച്ചത്. എല്ലാ ദേവന്മാരും ആകാശത്ത് കണ്ടുനിന്നതായി ചരിത്രം. അത് കഴിഞ്ഞ് 7ാം നാൾ കറുത്ത വാവായിരുന്നു. എങ്കിലും പൗർണമി ചന്ദ്രനെ പോലെയാണ് പ്രഭ ചൊരിഞ്ഞത്. ഈ ദിവസമാണ് ശ്രീകൃഷ്ണ ജയന്തിയായും ഗോകുലാഷ്ടമിയായും ആചരിക്കുന്നത്. ദശാവതാരങ്ങളിൽ 9ാമത്തേതാണ് ശ്രീകൃഷ്ണൻ. യദുവംശത്തിൽ ജനിച്ചു. കോടിക്കണക്കിന് ഹംസസ്വരൂപികളായ കൃഷ്ണഭക്തർ കണ്ണിലെ കൃഷ്ണമണി പോലെ ഉണ്ണിക്കണ്ണന്റെ രൂപം കണ്ട് ആസ്വദിച്ച് മനസ്സിൽ താലോലിച്ച് പ്രതിഷ്ഠിച്ച് ഭക്തിയിൽ ആറാടുന്ന ദിനമാണ് അഷ്ടമി രോഹിണി. കലിയുഗത്തിന്റെ ഉദയം കുറിച്ച ദിനം വരെ മോഹനലീലകളാടി നമ്മളെ ആനന്ദസാഗരത്തിൽ ആറാടിച്ച കൃഷ്ണൻ സ്തനങ്ങളിൽ കാളുകൂട വിഷം പുരട്ടി വന്ന പൂതനയ്ക്കും 12ാം വയസ്സിൽ തന്നെ കൊല്ലാൻ ഹംസൻ ഏർപ്പാടാക്കിയ മഹാപ്രഭു മല്ലനും മോക്ഷം നൽകി. അമ്മാവൻ കംസനും മോക്ഷം നൽകി. തന്റെ പുത്രനാൽ തുറങ്കിലടക്കപ്പെട്ട ഉഗ്രസേനനെ രാജാവായി അവരോധിച്ചു. ഇത് കൃഷ്ണന്റെ വഴിത്തിരിവായിരുന്നു. പിന്നീട് മധുരയിൽ നിന്ന് ദ്വാരകയിലേക്ക് പോയി പട്ടണം നിർമ്മിച്ച് രാജ്യം സ്ഥാപിച്ചു. പല രാജ്യങ്ങളുടെയും കാര്യവിചാരങ്ങളിൽ തീർപ്പു കൽപ്പിച്ചെങ്കിലും ഒരു രാജ്യസ്രഷ്ടാവായിരുന്നതല്ലാതെ മറ്റുള്ളവരുടെ രാജ്യം പിടിച്ചെടുക്കാൻ ആഗ്രഹിച്ചില്ല. രാജതന്ത്രം, രാഷ്ട്രനിർമ്മാണം തുടങ്ങിയ കാര്യങ്ങളിൽ ഉപദേശം കൊടുക്കുകയല്ലാതെ ഒരിക്കലും ഒരു സിംഹാസനത്തിലും ഇരുന്നില്ല. അധർമ്മത്തെ ഇല്ലാതാക്കാനും ധർമ്മത്തെ നിലനിർത്താനും സദാ വ്യാപൃതനായിരുന്നു കൃഷ്ണൻ. ഇനി നമുക്ക് അഷ്ടമി രോഹിണിയുടെ പ്രാധാന്യം എന്താണെന്ന് നോക്കാം.
ദേവകളുടെയും മഹർഷിമാരുടെയും ആഗ്രഹപ്രകാരം മഹാവിഷ്ണു മനുഷ്യരൂപത്തിൽ ഭൂമിയിൽ ശ്രീകൃഷ്ണാവതാരം എടുത്ത ദിവസമാണ് ചിങ്ങമാസത്തിലെ കറുത്തപക്ഷ അഷ്ടമിയും രോഹിണിയും ചേർന്ന് വരുന്ന ദിവസം. ഈ വർഷം സെപ്റ്റംബർ 5-ന് ശ്രീകൃഷ്ണ ജയന്തി ആഘോഷിക്കുന്നു. ഇനി അഷ്ടമി രോഹിണി ആചരിക്കേണ്ടതെങ്ങനെയാണെന്ന് പറയാം. ജന്മാന്തര ദുരിതം തീർക്കാനും സർവ്വ ഐശ്വര്യങ്ങളും നൽകാനുമായി ജനിച്ച ശ്രീകൃഷ്ണന്റെ ജന്മദിനം കുട്ടികളുടെ ജന്മദിവസം പോലെ തന്നെ നാമജപത്തോടുകൂടിയും സദ്യവട്ടങ്ങളോടുകൂടിയും ശ്രീകൃഷ്ണ ക്ഷേത്രങ്ങളിലും ദേവീ ക്ഷേത്രങ്ങളിലും ആചരിക്കേണ്ടതാണ്. ദേവിയില്ലായിരുന്നുവെങ്കിൽ ശ്രീകൃഷ്ണന് രക്ഷപ്പെടാൻ പറ്റുകയില്ലായിരുന്നു. ദേവിയുടെ കാലു പിടിച്ചതിനാൽ കംസനെ വെറുതെ വിടുകയും തന്റെ മരണത്തിന് ഉത്തരവാദിയായ ശ്രീകൃഷ്ണനെ കണ്ടുപിടിക്കാൻ ആജ്ഞാപിക്കുകയും ചെയ്തു. രണ്ടുപേരുടെയും ജന്മദിനം ഒരു ദിവസമാണ്. അതിനാൽ ദേവീക്ഷേത്രങ്ങളിൽ ദേവീ ഭാഗവതം, ദേവി മഹാത്മ്യം, മന്ത്രങ്ങൾ എന്നിവ ചൊല്ലുകയും സദ്യവട്ടങ്ങളും മറ്റും നടത്തുകയും ചെയ്യുന്നു. ശ്രീകൃഷ്ണ ചൈതന്യം പ്രസരിക്കുന്ന ക്ഷേത്രങ്ങളിൽ പുരാണ പാരായണവും നാമജപങ്ങളും ഹോമങ്ങളും ചെയ്യുന്നു. അങ്ങനെ ചെയ്താൽ എല്ലാ ഐശ്വര്യങ്ങളും ലഭിക്കും. അന്ത്യകാലത്ത് സുഖമരണമാകുന്ന മോക്ഷം ലഭിക്കുമെന്നും പാപം നശിക്കുമെന്നും പറയുന്നു.